ഹായ് എവരിവൺ, മൂകൻ എയർഡ്രോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രീ മാർക്കറ്റ്. പ്രീ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടോക്കൺ മേടിക്കുക, വിൽക്കുക, പിന്നെ എന്താണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് പ്രീ മാർക്കറ്റ്? പ്രീ മാർക്കറ്റ് ആ പേര് പോലെ തന്നെ പ്രീ മാർക്കറ്റ്, അതായത് ഒരു ടോക്കൺ ഒരു മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് പ്രീ മാർക്കറ്റ്. അതിൽ സ്പെക്കുലേറ്റീവ് മാർക്കറ്റാണ്. അതായത് നമ്മുടെ ഊഹത്തിനനുസരിച്ചിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. അതാരെങ്കിലും ബൈ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോർ പ്രൈസ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് സെല്ല് ചെയ്യാന്ന് കാണിച്ചു തരാം. MEXC ബിറ്റ്ഗെറ്റ് രണ്ടെണ്ണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം MEXC ഓപ്പൺ ചെയ്യുക, മോർ അമർത്തുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതിൽ നിലവിലായിട്ട് ട്രേഡ് ചെയ്യുന്ന ടോക്കൺസ് കാണാം. അതിൽ നമ്മൾ നോട്ട് പേ ആണ് എക്സാമ്പിളായി കാണിച്ചു തരാൻ പോകുന്നത്. ട്രേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണിക്കും, എത്രയാണ് പ്രൈസ് എന്ന് കാണിക്കും. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ടോക്കൺ ഇൻട്രൊഡക്ഷനിൽ ആദ്യം ചെക്ക് ചെയ്യണം. അതിൽ ഓരോ എക്സ്ചേഞ്ചസാണ് അവരുടെ ഇഷ്ടത്തിനാണ് ഈ പ്രീ മാർക്കറ്റ് കൊണ്ടുവരിക, അല്ലാണ്ട് ടീമായിട്ടല്ല അത് കൊണ്ടുവരിക. അപ്പോൾ പല എക്സ്ചേഞ്ചസും പല സപ്ലൈ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം അവർക്ക് ഓൾറെഡി ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ കൺഫേം ആയിട്ടുണ്ടാവില്ല. ചില പ്രൊജക്റ്റ് അവരുടെ ടോക്കണോമിക്സ് അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർ ഊഹത്തിലാണ് 1 ബില്യൺ സപ്ലൈ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം നോട്ട് പേ ഒഫീഷ്യലായിട്ട് 1 ബില്യൺ സപ്ലൈ പറഞ്ഞിട്ടുണ്ട്, ഇത് 1 ബില്യൺ സപ്ലൈ ആണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല. പക്ഷേ വേറെ പ്രൊജക്റ്റുകൾ നമ്മൾ കൺഫേം ചെയ്യേണ്ട ഒരു കാര്യം, ഇതിലത്തെ സപ്ലൈ തന്നെ അല്ലേ അവർ പറഞ്ഞ സപ്ലൈ എന്ന് നോക്കണം. കാരണം ഇൻ കേസ് നോക്കിയില്ല, ഇപ്പോൾ ഇതിൽ 500 മില്യൺ ആയിരുന്നുവെങ്കിൽ റെഡിക്കുള്ള സപ്ലൈ 1 ബില്യൺ ആണെങ്കിൽ ഇപ്പോഴുള്ള പ്രീ മാർക്കറ്റ് പ്രൈസ് അവർ പകുതിയായി കുറയ്ക്കും. അതായത് അവരെ ഈ 500 മില്യൺ 1 ബില്യണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസും പകുതിയാവും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം, കാരണം കുറേ പേരെ പൈസ അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫീൽഡ് ക്ലിക്ക് ചെയ്യുക. ഫീൽഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ട്രേഡ് നടന്നിട്ടുള്ള പ്രൈസുകളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് ട്രേഡ് നടന്നിട്ടുള്ള പ്രൈസ്. അപ്പോൾ നമ്മളത് അനുസരിച്ചിട്ട് വേണം ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫ്ലോർ കണ്ടില്ലേ, ഇപ്പോൾ $1 ഫ്ലോർ കാണിക്കുന്നത്. പക്ഷെ അത് ഫേക്കാണ്. കാരണം നമുക്കിവിടെ അറിയാം $1 ആരോ 1 ക്വാണ്ടിറ്റി സെല് ചെയ്തൊക്കെയാണ്. അതായത് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ $1 ഫ്ലോർ ഉള്ള പോലെ തോന്നും. പക്ഷേ റെഡിക്ക് $1 അല്ല അതിൻ്റെ ഫ്ലോർ. നമുക്കറിയാം ഒരു ടോക്കൺ വെറുതെ ആരോ ആ ഫ്ലോർ വെറുതെ ഫേക്കായി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുള്ള വാല്യൂസൊക്കെ നോക്കുക, എന്നിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക? അപ്പോൾ ഞാൻ ക്രിയേറ്റ് ഓർഡർ അടിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഈ നോട്ട് പേരെ കോയിൻസ് മേടിക്കാനാണ്, അതായത് ബൈ ചെയ്യാനാണ്. നമ്മുടെ ഉള്ള അലോക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ വിൽക്കണതല്ല, മേടിക്കണതാണ് ഈ ബൈ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫ്ലോർ പ്രൈസ് ഇത് ഫേക്കാണെന്ന് ഞാൻ പറഞ്ഞു. 0.45 ആണെങ്കിൽ നമ്മൾ 0.44 ഇട്ടാലൊക്കെയാണ് നമ്മുടെ ഓർഡർ പെട്ടെന്ന് എക്സിക്യൂട്ട് ആവാം. പ്രത്യേകിച്ച് സെല്ല് ചെയ്യുമ്പോൾ, ബൈ ചെയ്യുമ്പോൾ 4.5 ഇട്ടാലും കുഴപ്പമില്ല. കൂടുതലിടാണെങ്കിൽ പെട്ടെന്ന് എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ 4.5 വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മൾ ക്വാണ്ടിറ്റി, അതായത് എത്ര ടോക്കൺസാണ് നമ്മൾ മേടിക്കണം എന്നുള്ളതാണ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ 10 ടോക്കൺസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കൊടുക്കേണ്ട പേയ്മെൻറ്റ് $4.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ $4.5 കൊളാറ്ററൽ അല്ലെങ്കിൽ നമ്മുടെ MEXC സ്പോട്ട് വാളറ്റിൽ അത്രയും എമൗണ്ട് USDT ഉണ്ടായിരിക്കണം. അത് അവർ ലോക്ക് ചെയ്ത് വെക്കും. കാരണം എന്താണെങ്കിൽ ഇത് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെല്ലർ നമുക്ക് കോയിൻസ് തരും. പക്ഷെ നമ്മൾ അവർക്ക് പേ ചെയ്തില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. കാരണം അവർ ആ ഒരു വിലയ്ക്ക് വിൽക്കുക എന്നുള്ള രീതിയിൽ വിറ്റിട്ടുള്ളതാണ്. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എക്സ്ചേഞ്ചുകളും നമ്മുടെ സ്പോട്ട് വാളറ്റിൽ എത്ര USDTക്കാണ് നമ്മൾ ഈ ട്രേഡ് നടത്തുന്നത് അത്ര USDT കൊളാറ്ററലായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അതാണ് കൂടുതൽ ആൾക്കാരെയും പ്രീ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാത്തൊരു കാര്യം. കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഇതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് ബൈ. ഇപ്പോൾ ഞാൻ ബൈ ചെയ്താൽ എനിക്ക് കോയിൻ ലോഞ്ച് ആവുന്ന സമയത്ത് അവർ 10 കോയിൻസ് നമ്മുടെ വാളറ്റിലേക്ക് ഇട്ട് തരും, നമ്മുടെ സ്പോട്ട് വാളറ്റിലേക്ക് ഇട്ട് തരും സെറ്റിൽ ചെയ്യുന്ന ടൈമിനുള്ളിൽ. ഇനി ഇൻ കേസ് സെല്ലർ നമുക്ക് കോയിൻ തന്നില്ലെങ്കിൽ സെല്ലറും ഈ സെയിം എമൗണ്ട് കൊളാറ്ററൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ കൊളാറ്ററൽ നമുക്ക് കിട്ടും, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടണ പോലെ. ഇനി സെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അലോക്കേഷൻ, അല്ലെങ്കിൽ അലോക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുകയാണ് ടോക്കൺ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ
ഈ $0.5 ആയിരിക്കില്ല, $0.1 ഇറങ്ങുള്ളൂ. ഇതിപ്പോൾ കൂടുതൽ പ്രൈസിൽ വിൽക്കണമെന്നാണ് നമുക്ക് തോന്നിയാൽ നമുക്ക് അങ്ങനെയും സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 100 ടോക്കൺ അലോക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസിൻ്റെ അവിടെ ഇപ്പോൾ 0.5 കൊടുത്തു, ഇവിടെ 100 ടോക്കൺ കൊടുത്തു. അപ്പോൾ നമ്മൾ 100 ടോക്കൺ $0.5 വിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഫ്ലോർ പ്രൈസിൻ്റെ കുറച്ചിട്ടാൽ മാത്രമേ അത് പെട്ടെന്ന് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൊളാറ്ററൽ നമുക്ക് $50 അതായത് നമ്മുടെ സ്പോട്ട് വാളറ്റിൽ നമ്മൾ $50 കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ കോയിൻ ലിസ്റ്റ് ആവുന്ന സമയത്ത് ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ 100 ക്വാണ്ടിറ്റി നോട്ട് പെയർ കോയിൻസ് ഒന്നല്ലെങ്കിൽ നമുക്ക് അലോക്കേഷൻ കിട്ടുമ്പോൾ ഈ എക്സ്ചേഞ്ചിൻ്റെ സ്പോട്ട് വാളറ്റിലേക്ക് ഇടുകയോ, അല്ലെങ്കിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇത്ര ടോക്കൺ മേടിച്ചിട്ട് നമ്മുടെ സ്പോട്ട് വാളറ്റിൽ ഹോൾഡ് ചെയ്യുകയോ വേണം. അല്ലാത്ത പക്ഷം നമ്മുടെ ഈ കൊളാറ്ററൽ നമ്മൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ കൊളാറ്ററൽ എന്താണ് ബയ്യർക്ക് കൊടുക്കും. അപ്പോൾ അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. അപ്പോൾ ഇതിൽ ഞാൻ വെറുതെ എക്സാമ്പിളിന് 0.45 ടോക്കൺ വില ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു നോട്ട് പെയർ ടോക്കൺ $0.45 സെല്ല് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് സെല്ലമർത്താം. നമ്മൾ സ്പോട്ട് അക്കൗണ്ടിന് അത്രയും എമൗണ്ട് വേണം. ഇപ്പോൾ മിനിമം USDT പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 5 ടോക്കൺ ജസ്റ്റ് സെല്ല് ചെയ്ത് കാണിച്ചു തരാം. $2.5 എൻ്റെ ലോക്കായിരിക്കും. അപ്പോൾ ഞാൻ സെല്ലമർത്തി. അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ഈ കൊളാറ്ററൽ കുറയും. അപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ ഓർഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം പെൻഡിങ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ ഓൾറെഡി എൻ്റെ ഹാഫ് അലോക്കേഷൻ അതായത് 400 സംതിങ് കോയിൻസ് ഞാൻ ഓൾറെഡി പ്രീ മാർക്കറ്റ് സെല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൈസ് $0.39 ഞാൻ 104 ടോക്കൺ സെല് ചെയ്തു. അപ്പോൾ എൻ്റെ കൊളാറ്ററൽ $40.5 അതായത് ടോക്കൺ ലിസ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ ആ കോയിൻ കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുന്ന വാല്യൂ ആണത്. അപ്പോൾ ഇതിൽ പെൻഡിങ് കാണിക്കാം. പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതായത് ആരും നമ്മുടെ ഇപ്പോൾ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ ആരും അത് മേടിച്ചിട്ടില്ല, ബൈ ചെയ്യുകയാണെങ്കിൽ ആരും നമുക്കത് സെല് ചെയ്തിട്ടില്ല. അതായത് ഓർഡർ ഫിൽഡ് ആയിട്ടില്ല. ഇത് പെൻഡിങ് സെറ്റിൽമെൻ്റ് ആണ്, കാരണം അത് ഓർഡർ പ്ലേസ് ആണ്. ഞാൻ 0.49 ടോക്കൺസ് 200 ക്വാണ്ടിറ്റി $98 സെല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെൻഡിങ് ആണ്, ഇവിടെയും പെൻഡിങ് ആണ്, ഇവിടെയും പെൻഡിങ് ആണ്. കാരണം ആ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. ഓർഡർ നമ്മൾ എക്സിക്യൂട്ട് ആയതുകൊണ്ടോ നോക്കണം. പിന്നെ ലിസ്റ്റിംഗ് ആവാറാകുമ്പോൾ സെറ്റിൽമെൻറ്റ് ടൈം കാണിക്കും. അതായത് ലിസ്റ്റിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ടോക്കൺസ് ഡെലിവർ ചെയ്യണം. നമ്മളിപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവരാണ് നമുക്ക് ടോക്കൺസ് ഡെലിവർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 100 ടോക്കണാണ് സെല് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 100 ടോക്കൺ നമ്മൾ എക്സ്ചേഞ്ചിൽ എത്തിക്കണം. അതായത് എക്സ്ചേഞ്ചിൻ്റെ സ്പോട്ടിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ വോളറ്റിൽ എടുക്കുക, അതിൽ സ്പോട്ടിൽ ഇതിൽ USDT കൊളാറ്ററൽ ഉണ്ടായിരിക്കണം. ഇതിലേക്കാണ് നമ്മൾ ആ ടോക്കൺസ് കൊണ്ടിടേണ്ടത്. അതായത് 100 ടോക്കൺ നമ്മൾ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഇതിലേക്ക് ടോക്കൺസ് എത്തിക്കണം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിറ്റത് ഇപ്പോൾ $100 ആ $100 നമ്മുടെ വോളറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തതായി ചെക്ക് ചെയ്യണത് ബിറ്റ്ഗെറ്റാണ്. ബിറ്റ്ഗെറ്റ് ഓപ്പൺ ചെയ്യുക, മോർ അമർത്തുക, എന്നിട്ട് താഴെ പോകുമ്പോൾ പ്രീ മാർക്കറ്റ് കാണാം. നമുക്ക് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ടോക്കൺ സെലക്ട് ചെയ്യുക, പോസ്റ്റ് ഓർഡർ അടിക്കുക, എന്നിട്ട് USDT ഡെലിവറി അല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഡിഫറെൻറ്റ് കാര്യമാണ്. അതായത് നമ്മൾ ഡെലിവറി നടത്തുന്നത് കോയിനല്ല, USDT ആണ്. അതൊരു ഗാംബ്ലിംഗ് പോലെയാണ്. ഇതും സെയിം ഗാംബ്ലിംഗ് തന്നെ, പക്ഷേ അത് USDT വെച്ചിട്ടാണ്. അതായത് കോയിൻ വെച്ചിട്ടല്ല സെറ്റിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കോയിൻ സെറ്റിൽമെൻറ്റ് നോക്കാം. ഇതിൽ സെയിം തന്നെ. നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ടാണ് ബൈ ചെയ്യുന്നത്, 100 ടോക്കൺ 0.039 ആണ് മേടിക്കുന്നതെങ്കിൽ 3.9 കൊളാറ്ററൽ വെക്കണം. അപ്പോൾ ഇതിൽ കറക്റ്റായി പറയുന്നുണ്ട് ഡിഫോൾട്ട് വരുത്തിയാലൊക്കെ എന്ത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും. സെല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ലൊക്കേഷൻ സെല് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ടോക്കൺസ് വെറുതെ ഗാംബ്ലിംഗ് പോലെ സെല് ചെയ്യുകയാണെങ്കിലും ഇതിലാണ് സെല് ചെയ്യുന്നത്. സെയിം പ്രോസസ്സ് തന്നെ. നോട്ട് പെയർ സെയിം പ്രോസസ്സ് തന്നെ ഇതിലും. അതായത് നമ്മൾ MEXൽ കാണിച്ച സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ബിറ്റ്ഗെറ്റിലുള്ളത്. അപ്പോൾ അതനുസരിച്ച് സെല് ചെയ്യുക. അപ്പോൾ ഇതിൽ കാണാം നമ്മുടെ സഫീഷ്യൻറ്റ് കോയിൻസ് ആണെങ്കിലും പിന്നെ നമ്മൾ ഡിഫോൾട്ട് വരുത്തിയാലൊക്കെ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും.
അപ്പോൾ എന്താണ് ഈ പ്രീ മാർക്കറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും? അപ്പോൾ ഒരു ടോക്കൺ നമ്മൾ വിചാരിക്കുകയാണ് ഇതിനും കുറവ് പ്രൈസിലേ ലോഞ്ച് ആവുള്ളൂ, നമ്മൾക്കിപ്പോൾ പ്രീ മാർക്കറ്റ് സെല് ചെയ്താൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിയ അലോക്കേഷന് കിട്ടുമെങ്കിൽ നമുക്ക് ആ ഒരു സ്പെക്കുലേഷൻ അനുസരിച്ചിട്ട് അത് സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മിനിമം എമൗണ്ടെങ്കിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇൻ കേസ് $0.5 ഒരു 100 ടോക്കൺ നമ്മൾ വിറ്റ്, അപ്പോൾ നമുക്ക് $50 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് $0.1 വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ $0.5 വിൽക്കുക. നമുക്ക് ചിലപ്പോൾ 1000 ടോക്കൺ അലോക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ $0.5 വിൽക്കാമെന്ന് പറഞ്ഞാൽ $500 അത്യാവശ്യം നല്ലൊരു എമൗണ്ടായി. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാണ്ട് ഇങ്ങനെ സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റെങ്കിലും നമുക്ക് കിട്ടും. ഇനി ഇൻ കേസ് അത് ഇറങ്ങുന്നത് $0.1 നമുക്കൊന്നും പേടിക്കാനില്ല, കാരണം നമ്മൾ $0.5 വിറ്റു. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ്. പിന്നെ സെക്യൂരിറ്റി, അതായത് കൊളാട്രൽ ലോക്കായി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പോയാലും നമ്മൾ സെല് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് ഓർഡർ ഒരു വട്ടം ഫിൽഡായാൽ പിന്നെ അതിനൊരു പിന്നോട്ട് മാറാൻ നമുക്ക് പറ്റില്ല. ആ ഓർഡർ ഫിൽഡായി തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ നമ്മുടെ കൊളാട്രൽ അവർക്ക് കൊടുക്കും, അപ്പോൾ അവർക്ക് പൈസ കിട്ടും. അവരെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ അവരുടെ കൊളാട്രൽ നമുക്ക് കിട്ടും, നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അതിലൊരു റിസ്ക് ഇല്ല. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ ഞാൻ നോക്കാൻ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടോട്ടൽ സപ്ലൈ ആണ്. ടോട്ടൽ സപ്ലൈ മാറുകയാണെങ്കിൽ അത് നമ്മുടെ ലാഭത്തിനെയും നഷ്ടത്തിനെയും മാറ്റാനുള്ളൊരു കാരണമായിരിക്കും. ഇപ്പോൾ 1 ബില്യൺ ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്, പക്ഷേ റെഡിക്കും സപ്ലൈ 10 ബില്യൺ ആണെങ്കിൽ അത് 1:10 കൺവേർഷൻ വരും. നമ്മൾ വിറ്റ എമൗണ്ട് 1:10 കൺവേർഷൻ വരും. അപ്പോൾ നമുക്ക് വൻ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ബില്യൺ ആണ് പ്രീ മാർക്കറ്റിൽ, പക്ഷേ റെഡിക്കുള്ള സപ്ലൈ 500 മില്യൺ ആണെങ്കിൽ നമ്മൾ വിറ്റ എമൗണ്ട് ഡബിൾ ആവാനും അതിലൂടെ പ്രോഫിറ്റ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രീ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെയുള്ള ഒരു നെഗറ്റീവ് എന്താണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അലോക്കേഷൻ ഇത്ര ടൈമിനുള്ളിൽ സെറ്റിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ആ സമയത്തിനുള്ളിൽ ചിലപ്പോൾ നമ്മുടെ അലോക്കേഷൻ കിട്ടില്ല. ചില പ്രൊജക്റ്റുകൾ ക്ലെയിമിൻ്റെ പീരീഡൊക്കെ കൂട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ എക്സ്ചേഞ്ചുകൾ അതനുസരിച്ചിട്ട് സെറ്റിൽമെൻറ്റ് ടൈം കൂട്ടി തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നമ്മുടെ മാത്രം ട്രാൻസാക്ഷൻ പെൻഡിങ് ആയി നിന്നാൽ നമുക്ക് ആ ടോക്കൺസ് കറക്റ്റ് സമയത്ത് എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിലുള്ള വില അനുസരിച്ചിട്ട് നമുക്ക് മേടിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരും. അങ്ങനെയുള്ളതും ഒരു നെഗറ്റീവാണ് ഈ കാര്യത്തിൽ. അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, കാരണം പോസിറ്റീവ് ആവാനും നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിറ്റ എമൗണ്ടിനകത്തും ഭയങ്കര കുറവ് എമൗണ്ടിനാണ് ടോക്കൺസ് ഓൾറെഡി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് മേടിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവായി വരെ എങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ $0.5 ടോക്കൺസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കോയിൻസ് സെറ്റിൽ ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ $1 ടോക്കൺ മേടിച്ച് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൊളാട്രൽ പോട്ടെ എന്ന് വയ്ക്കണം. അതൊക്കെ ഓരോ വശങ്ങളാണ്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞാൽ വീഡിയോ കുറേ നീളുള്ളൂ. ഇപ്പോൾ തന്നെ വീഡിയോ ഒരു 12-13 മിനിറ്റൊക്കെ ആയി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയാണ് പ്രീ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ബൈ.